അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓവനില്ലാതെ ഗ്യാസ് സ്റ്റോവിൽ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് മുട്ട നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പിസ്സ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടക്ക് 2 പീസ് ബ്രെഡ് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇതിൽ കൂടുതലാവണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ബ്രെഡും മുട്ടയും എടുത്തിട്ട് ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അടിച്ചു വെച്ച മുട്ടയിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇടാം. മിക്സ് ചെയ്യാം. പിസ്സൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു ഫ്രൈ പാൻ വെക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽട്ടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡും മുട്ടയോടുള്ള മിക്സർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് അമർത്തി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ബേസ് ശരിയാവില്ല. ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഇതുപോലെ കമത്തി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതേ ഫ്രൈ പാൻ തന്നെ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് വീണ്ടും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അധികം ബട്ടറൊന്നും വേണ്ട, ഒരു 2 ടീസ്പൂണ് ബട്ടർ മതി. ഒന്ന് മെൽറ്റ് ചെയ്യാം. ഇപ്പോഴും ബട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ തീ സ്ലോ ചെയ്യണം. ഇനി ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കെച്ചപ്പ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ 1-2 തക്കാളിക്കൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ പിസ്സയൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ വീട്ടിൽ കെച്ചപ്പില്ലെങ്കിൽ 2 തക്കാളിക്കൊക്കെ കെച്ചപ്പ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ നോക്കി ഉണ്ടാക്കിയാൽ മതി. ഇതിൽ കുറച്ച് പച്ചക്കറിയുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയുടെ ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കം മാത്രമേ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനൊക്കെ ബോയിൽ ചെയ്തിട്ടൊക്കെ ഇടാം. ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇടാം. അതുപോലെ തന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാപ്സിക്കം. ഈ പിസ്സ നമ്മൾ മൈദ കുഴച്ച് ബേസ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന പിസ്സയില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ബ്രെഡാണ് ഇതിൻ്റെ ബേസ് എന്നൊന്നും തോന്നൂല. ഇനി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. എന്നാലേ അതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ. ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ചീസ് മെൽട്ടാകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. ചീസ് നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.